ഹായ് ഓൾ, എണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു പുതിയ എക്സാം നോട്ടിഫിക്കേഷനെ പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇനി പറയാൻ പോകുന്ന ഒരു പോസ്റ്റിലേക്കുള്ള എക്സാം നോട്ടിഫിക്കേഷൻ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. ഇത് പ്രധാനമായിട്ടും അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, അതുപോലെ ഫുഡ് ടെക്നോളജി, ഫുഡ് സയൻസ്, ഡയറി സയൻസ്, അതുപോലെ ഹോർട്ടിക്കൾച്ചർ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. കുറേ അധികം പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഏത് പോസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ബാങ്കിലേക്കുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും വരുന്നത് ബാങ്കിലെ അഗ്രികൾച്ചറൽ റിലേറ്റഡ് പ്രോഡക്ട്സ് ഉണ്ട്, ലോണൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അവിടെയൊക്കെ ആ ലോൺസ് ഒക്കെ കറക്റ്റായിട്ട് റൂറൽ ഏരിയാസ് ഉള്ള ഫാമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ചെയ്യുന്ന ഒരു ജോബാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഒരു ഫീൽഡ് ജോബാണ്. ഓഫീസ് റിലേറ്റഡ് ആക്ടിവിറ്റീസും ഉണ്ട്. ഒരു 50% എന്തായിരിക്കും ഫീൽഡിലായിരിക്കും നമുക്കുള്ള റോളുകൾ വരുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് പോസ്റ്റ്, അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ. പ്രധാനമായിട്ടും ആലോചിക്കുക ബാങ്കിലേക്കുള്ള ഒരു പോസ്റ്റ് ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസിൽ കിടക്കുന്നതിന് മുന്നേ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 21/7 വരെയാണ്. അപ്പോൾ ഇനി ഒരു 6 ദിവസം കൂടെ നിങ്ങൾക്ക് സമയമുള്ള, വളരെ കുറച്ച് സമയം കൂടെ നിങ്ങളുടെ മുമ്പിലുള്ളൂ. നിങ്ങളത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഒരു ഗവൺമെന്റ് ജോബൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങൾ പല ഗവൺമെന്റ് ജോബ് എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമും നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. നമുക്ക് ഓരോ എക്സാമുകളും തരുന്ന എക്സ്പീരിയൻസ് വളരെ കൂടുതലാണ്. കാര്യം നമ്മൾ ആ ഒരു എക്സാമിന് വേണ്ടി ചിലപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കും. ആ പഠിക്കുമ്പോഴത്തേക്കും അത് മറ്റൊരു എക്സാമിന് നമുക്ക് പ്രയോജനമായിട്ട് വരികയും ചെയ്യും. ചിലപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു എക്സാം ആയിരിക്കും. അത് നമ്മളൊന്ന് അപ്പിയർ ചെയ്ത് നോക്കുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യത്തെ AFOയ്ക്ക് നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനൊക്കെ തോന്നും. എനിവേ നിങ്ങൾ ആലോചിക്കുക, ഒരു എക്സാം നമുക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി വെക്കല്. ഗവൺമെന്റ് ജോബ് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാ എക്സാംസും, നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സാംസും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം ഒരു 6 ദിവസം കൂടെ സമയമുണ്ട്. നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നീട് ഉള്ള കുറച്ച് പ്രധാനപ്പെട്ട ഫീസ് ഉണ്ട്. ഫീസിന്റെ ഡേറ്റും ഈ സെയിം ഡേറ്റ് തന്നെയാണ്. പിന്നെ എന്തെങ്കിലും എഡിറ്റിങ്ങോ വല്ലതും ഉണ്ടെങ്കിൽ, ഒരു മോഡിഫിക്കേഷൻ എല്ലാം ചെയ്യണമെങ്കിൽ ഒരു 2 ദിവസം കൂടെ സമയമുണ്ട്. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സാം പ്രിലിമിനറിയും മെയിൻസും അതുപോലെ ഇന്റർവ്യൂയും കാണും. അപ്പം ഈ പ്രിലിമിനറി എക്സാമിന്റെ ഡേറ്റ് അല്ലെ ഒരു മന്ത് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ആണ്. ഒരു ടെൻറ്റേറ്റീവ് മന്താണ് തന്നിരിക്കുന്നത്, ഓഗസ്റ്റ് ആണ്. അതുപോലെ റിസൾട്ട് സെപ്റ്റംബറിൽ വരും. മെയിൻ എക്സാമിനേഷൻ വരുന്നത് നവംബറിൽ തന്നെ വരും. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ഏകദേശം 1 മാസം ഗ്യാപ്പിലാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ എന്ത് വരും, പ്രിലിംസ് വരും. അതുപോലെ 1 മാസത്തിനുള്ളിൽ മെയിൻസ് വരും. വളരെ പെട്ടെന്ന് എക്സാമുകൾ വരും എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. അതുപോലെ മെയിൻസ് എക്സാമിനേഷൻ്റെ പറഞ്ഞു, ഓക്കെ, നവംബറാണ്. പിന്നീട് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അതും നവംബർ ഡിസംബർ തന്നെ ഇന്റർവ്യൂവും കണ്ടക്ട് ആവും. ഫൈനൽ അവർ പ്രൊഫഷണൽ അലോട്ട്മെന്റ് ജാനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും അവരത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം അധികം സമയമില്ല നമുക്ക്. സ്റ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ആ ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ വെക്കാൻ നോക്കുക. ഓക്കെ, പിന്നീട് ഏജ് പറയുന്നത് മിനിമം 20 years ആണ്, മാക്സിമം 30 years വരെ ഏജ് ലിമിറ്റ് പറയുന്നുള്ളൂ. പിന്നീട് കുറച്ച് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ആണെങ്കിൽ 5 years, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണെങ്കിൽ 3 years, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി 10 years പറയുന്നുണ്ട്, എക്സ് സർവീസ് ആണെങ്കിൽ 5 years, അങ്ങനെയുള്ള ഏജ് റിലാക്സേഷനും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു നോർമൽ കാറ്റഗറി ആണെങ്കിൽ 30 years മാത്രമേ ഏജ് ലിമിറ്റേഷൻ, അല്ലെങ്കിൽ ഒരു 30 years മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 4-year ഡിഗ്രി ഗ്രാജുവേഷൻ ഇൻ അഗ്രികൾച്ചർ ഓർ ഹോർട്ടിക്കൾച്ചർ, അതുപോലെ അഗ്രോ ഫോറസ്ട്രി, അഗ്രികൾച്ചർ ബയോടെക്നോളജി, BTech ഇൻ ബയോടെക്നോളജി, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ആനിമൽ ഹസ്ബൻഡറി, ഡയറി സയൻസ്, ഫിഷറി ആൻഡ് പിസിക്കൾച്ചർ, ഫിഷറീസ് എഞ്ചിനീയറിംഗ്, ഫുഡ് സയൻസ്, അഗ്രികൾച്ചർ ബിസിനസ്, ഫുഡ് ടെക്നോളജി, അങ്ങനെ കുറേ അധികം ക്വാളിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഏകദേശം കുറച്ച് കണക്റ്റഡ് ആണ്. എന്നാലും കൂടുതലും അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യം ഒന്ന് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർ ഇങ്ങനെ ഒരു എക്സാം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഒന്ന് കരുതിയിരിക്കുക. ഈ ഒരു ഡിഗ്രി കഴിഞ്ഞിറങ്ങി നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോ നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. നിങ്ങൾ അതിന് ലോങ് ടൈം തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ നോക്കണം. ഇപ്പോൾ അടുത്ത വർഷം എക്സാം വരുമ്പോഴത്തേക്കിന് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല വൃത്തിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയും വേണം. ഇപ്പോൾ ഈ ഒരു 1 month കൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എത്രമാത്രം പറ്റുമെന്നുള്ള കാര്യം അറിയത്തില്ല. സ്റ്റിൽ നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്യണം. ആ സിലബസ് പാറ്റേൺ മനസ്സിലാക്കണം. എക്സാം ഒന്ന് എഴുതി അത് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത വർഷത്തെ എക്സാം നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും സ്ട്രക്ചർ ഓഫ് എക്സാമിനേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. പ്രിലിമിനറി ഉണ്ട്, മെയിൻ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രിലിമിനറിയുടെ സിലബസ് ഒന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഏതൊരു എക്സാം ആണെങ്കിലും അതിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതിൽ ടോട്ടൽ 125 ആണ് മാർക്സ് വരുന്നത്. അതിൽ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് ഉണ്ട്, ഒരു 25 മാർക്കിന് ഇംഗ്ലീഷ്.
റീസണിങ് ഒരു 25 മാർക്കിന് വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒരു 25 മാർക്കിന് വരുന്നുണ്ട്, പിന്നീട് പ്രൊഫഷണൽ നോളജ് ഒരു 50 മാർക്സിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ലാസ്റ്റ് ടൈം ആക്ച്വലി ഈ ഇംഗ്ലീഷ്, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു 3 സബ്ജക്ട്സ് മാത്രമേ വരുന്നുള്ളായിരുന്നു. ഈ പ്രൊഫഷണൽ നോളജ് എന്ന് പറഞ്ഞൊരു ഏരിയ ഇതിൻ്റെ അകത്ത് വരുന്നില്ലായിരുന്നു. അതായത് നിങ്ങളുടെ അഗ്രികൾച്ചർ റിലേറ്റഡ് സബ്ജക്ട് വൈസ് കുറേ കാര്യങ്ങളായിരിക്കും അവിടെ ചോദിക്കുന്നത്. ആ ഒരു പാർട്ട് പ്രിലിമിനറിക്കകത്തില്ലായിരുന്നു. ഈ പ്രാവശ്യം ഇത് ആഡ് ആയിട്ട് വന്നൊരു ഏരിയ ആണ്. സിലബസിൽ അല്ലെങ്കിൽ ഒരു പാറ്റേണിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ടോട്ടൽ മാർക്സിൻ്റെ കാര്യത്തിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം സബ്ജക്റ്റും എന്ത് വരുന്നുണ്ട്, പ്രിലിമിനറി എക്സാമിൽ കയറി വരുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ ഒരു മാറ്റം വരുന്നത്. ഓക്കെ, ബാക്കി ഇംഗ്ലീഷ് ലാംഗ്വേജും റീസണിങ്ങും QA ഒക്കെ നമ്മൾ പല കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. പല എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സെയിം, പല SSC എക്സാമുകൾക്കൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെയിം പാറ്റേൺ ഒക്കെ തന്നെയായിരിക്കും ഇവിടെയും വരുന്നതെന്നുള്ള കാര്യം ആലോചിക്കുക. പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്, അപ്പോൾ അതിൻ്റെ ഒരു ലെവല്, അതിൽ തന്നെ കുറച്ച് ലെവൽ കുറഞ്ഞിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ അകത്ത് വ്യത്യാസം. ഓക്കെ, അതിൻ്റെ സെപ്പറേറ്റ് അതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ടോട്ടൽ 80 മിനിറ്റ്സ് ആണ് എക്സാമിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ. അതുപോലെ മെയിൻസിൽ വരുമ്പോഴത്തേക്കിനും ചെറിയൊരു ചേഞ്ച് ഉണ്ട്. മെയിൻസിൽ നോർമലി പ്രൊഫഷണൽ അല്ലെ ലാസ്റ്റ് ടൈമൊക്കെ പ്രൊഫഷണൽ നോളജ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സബ്ജക്ട് വൈസ് കണ്ടന്റ് മാത്രമേ ഉള്ളായിരുന്നു. അതൊരു 60 മാർക്സ്, എൻ്റെ ഓർമ്മ ശരിയാണ്, 60 മാർക്സിനായിരുന്നു. 60 or 45 മാർക്സിനൊക്കെ ഉള്ളൊരു പ്രൊഫഷണൽ നോളജ് എന്ന് പറഞ്ഞ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടെ മെയിൻസിൽ എന്ത് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്, റീസണിങ് വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, പിന്നെ പ്രൊഫഷണൽ നോളജും വരുന്നുണ്ട്. ടോട്ടൽ എത്ര മാർക്സിനായി? 200 മാർക്സിനാണ് ആ ഒരു കാര്യങ്ങൾ അത്രയും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻഡിവിജ്വൽ മാർക്സും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. പിന്നീട് ഒരു എക്സ്ട്രാ അഡീഷൻ ആയിട്ട് വന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് തന്നെയാണ്, പക്ഷേ 2 ക്വസ്റ്റ്യൻസ് ആണ്, 25 മാർക്സ് ആണ്. 2 ക്വസ്റ്റ്യൻസ് 25 മാർക്സ്, 30 മിനിറ്റ്സിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് പാർട്ടോടെ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. പഠിക്കേണ്ട സബ്ജക്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ പ്രിലിംസിലും മെയിൻസിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വരുന്നുണ്ടെന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം മെയിൻ എക്സാമിനേഷന് വരുമ്പോഴത്തേക്കിന് ഇംഗ്ലീഷും റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവലായിരിക്കും. പിന്നീട് ഇതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറായിട്ട് ഇംഗ്ലീഷിൻ്റെ 2 ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അത് 25 മാർക്കിനാണെന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. അപ്പോൾ ടോട്ടൽ 225 ഈ ഒരു എക്സാമിനേഷൻ എന്നുള്ളതാണ് മെയിൻ കാര്യം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ എന്താണ് ടഫ് ആയിട്ടുണ്ട്, ലാസ്റ്റ് ടൈം ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ടഫ് ആയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് ഓർക്കുക. പിന്നീട് നമുക്ക് നോക്കേണ്ടത് വേക്കൻസീസ് ആണ്. അപ്പോൾ കുറച്ച് ബാങ്കുകളുടെ വേക്കൻസീസ് ഒക്കെ അവർ തന്നിട്ടുണ്ട്, കുറച്ച് ബാങ്കുകളുടെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, നോട്ട് റിപ്പോർട്ടഡ് എന്നുള്ള രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബാങ്ക് ഓഫ് ബറോഡ ആണ് മെയിനായിട്ട് പറയുന്നത്. 100 വേക്കൻസീസ് ആണ് അവിടെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിന് വരുന്നത്. പിന്നീട് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഒരു 90 വേക്കൻസീസ് അവിടെ വരുന്നുണ്ട്. പിന്നീട് ഇന്ത്യൻ ബാങ്ക്, ഈ പറയുന്ന യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ നോട്ട് റിപ്പോർട്ടഡ് ആണ്. അതൊക്കെ എന്താണ്, ഈ പറയുന്ന ഒരു 90 50 ആ ഒരു റേഞ്ചിലൊക്കെ വരും. അപ്പോൾ എല്ലാം കൂടെ ഒരു 10-400 നമ്പർ ഓഫ് വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു എക്സാക്ട് നമ്പർ ഞാൻ പറയുന്നില്ല, എന്തായാലും ഇവരും എന്ത് ചെയ്യും, അത് വഴിയെ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിലൊരു വേക്കൻസിയാണ് ഉള്ളത്. ഓക്കെ, പിന്നീട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആണ് 175 ആണ് ആപ്ലിക്കേഷൻ ഫീ ഫോർ SC ST PWD PB, അത് ഫിസിക്കലി ഇതായിട്ടുള്ള ആൾക്കാർക്കുള്ള ഫീസ്. അല്ലാത്തവർക്ക് എത്രയാണ്? 850 ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ആ ഒരു എക്സാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അതല്ല, നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഇനിയുള്ള ഒരു മാസം വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിച്ച് നിങ്ങൾ ഈ ഒരു എക്സാം, ഈ പറയുന്ന 100 വേക്കൻസിയോ 500 വേക്കൻസിയോ ഉള്ളെങ്കിൽ പോലും ഇതിനകത്ത് കയറണം എന്നുള്ള വാശിയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എക്സാം പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്, ലാസ്റ്റ് ടൈമിൽ നിന്നും കുറച്ച് മാറിയിട്ടുണ്ട്. ഇനി ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ആ ഒരു എക്സാം കൺവീനിയൻ്റ് ആയിട്ട് വന്നില്ല, സിലബസ് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടൊരു സിലബസ് ആണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം ലോങ് ടൈം ആയിട്ട് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്യാൻ നോക്കുക, എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.